രംഗനെ ആവേശത്തിൽ ഇനിയും എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ആ ടിക്ടോക്ക് വീഡിയോയ്ക്ക് വരെ കാരണമുണ്ടെന്നും പറയുകയാണ് ഫഹദ് ഫാസിൽ. മിഴി ഫിലിംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിയേറ്ററുകളിൽ ആവേശം നിറച്ച ശേഷം OTTയിൽ എത്തിയിരിക്കുകയാണ് രംഗണ്ണനും പിള്ളേരും. ഈ വർഷത്തെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായി ആവേശം മാറി. ആഗോളതലത്തിൽ 150 കോടിക്ക് മുകളിലാണ് ചിത്രം കളക്ട് ചെയ്തത്. ബാംഗ്ലൂരുവിലെ ഗ്യാങ്സ്റ്ററായ രംഗൻ എന്ന കഥാപാത്രമായാണ് ഫഹദ് ആവേശത്തിൽ എത്തിയിരിക്കുന്നത്. സിനിമയുടെ ഏറ്റവും വലിയ ആകർഷണവും ഫഹദ് ഫാസിൽ തന്നെയാണ്. ചിത്രത്തിൽ രംഗൻ എന്ന കഥാപാത്രത്തെ മുഴുവനായി എക്സ്പ്ലോർ ചെയ്യാനായിട്ടില്ലെന്നും അതിനുള്ള സമയം കിട്ടിയില്ലെന്നും ഫഹദ് പറഞ്ഞു. സിനിമ തുടങ്ങി 20ാമത്തെ മിനിറ്റിലാണ് ഈ കഥാപാത്രം വരുന്നതെന്നും അതിനാൽ കൂടുതൽ സമയം ആ കഥാപാത്രത്തിന് കൊടുക്കാൻ പറ്റിയില്ലെന്നും ഫഹദ് ഫാസിൽ പറഞ്ഞു. രംഗ എന്ന കഥാപാത്രം ഒരു കന്നഡ നടൻ്റെ ആരാധകനാണെന്നും അതൊന്നും കാണിക്കാൻ പറ്റിയില്ലെന്നും താരം പറഞ്ഞു. ഭാവിയിൽ ഒരു സീക്വലോ പ്രീക്വലോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഈ സീനുകൾ ഉണ്ടാകുമെന്നും ഫഹദ് ഫാസിൽ കൂട്ടിച്ചേർത്തു. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരം ഇക്കാര്യം പറഞ്ഞത്. ആവേശത്തിൽ രംഗയെ മുഴുവനായി എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. സിനിമ തുടങ്ങി 20ാമത്തെ മിനിറ്റിലാണ് രംഗയെ കാണിക്കുന്നത്. ആ സീൻ മുതലാണ് രംഗ ഈ കഥയിലേക്ക് വരുന്നത്. അതുകൊണ്ട് രംഗയുടെ മുഴുവൻ കഥ ഈ സിനിമയിൽ കാണിക്കാൻ പറ്റില്ല. ഇനി കാണിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ഥലവും ഈ സിനിമയിൽ ഇല്ല. ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് ചെയ്യാൻ പറ്റാതെ പോയ സീനുകളുണ്ട്. ഷൂട്ട് ചെയ്ത ശേഷം എഡിറ്റിങ്ങിൽ കളഞ്ഞ കുറച്ച് സീനുകളുണ്ട്. അതിൽ തന്നെ ഞങ്ങൾ കാണിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച സീൻ ഒരെണ്ണമുണ്ട്. രംഗ എന്തിനാണ് ടിക്ടോക്ക് വീഡിയോ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ കാരണം കാണിക്കുന്ന സീനാണ് അത്. ഇയാൾ ഒരു കന്നഡ നടൻ്റെ വലിയ ഫാനാണ്. അതിൻ്റെ ഇൻഫ്ലുവൻസാണ് ആ ഡാൻസും ടിക്ടോക്കുമെല്ലാം. അതൊക്കെ ഇനി ഭാവിയിൽ ഒരു പ്രീക്വലോ സീക്വലോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്ക് ചേർക്കാം, ഫഹദ് ഫാസിൽ പറഞ്ഞു. നിങ്ങൾ ആവേശം സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ആവേശം സിനിമയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടാതെ ഈ ഒരു സിനിമയിലെ ഫഹദ് ഫാസിലിൻ്റെ രംഗ എന്ന കഥാപാത്രത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.